പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് ഇവർ. ഗേൾസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, മദർഹുഡിന് ഞാൻ റെഡി ആയിരുന്നില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഇതിന് എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, അവർ റെഡി ആയിരുന്നോ? അതായത് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം നമ്മൾ ആരും ഇതുവരെ ചിന്തിക്കില്ല. ഇപ്പോൾ ഒരു വീട്ടിലെ ഒറ്റ മോനാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ്, ഉപ്പക്ക് എന്തെങ്കിലും പറ്റി, ഉപ്പക്ക് വയ്യാണ്ടായി എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരായിരിക്കും പെട്ടെന്ന് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന അവരുടെ ഒരു ലൈഫിൻ്റെ ഇത് മാറി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുക, പിന്നെ ലൈഫിൽ അതൊരു സ്റ്റക്കായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മളെ സൈഡിൽ നിന്നിട്ട് ആലോചിക്കുക, ഓ നമ്മളെ ഡ്രീംസ് പോയി, നമ്മളെവിടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല, അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു, അവരിതിനൊന്നും റെഡി ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും അത് ആലോചിക്കലില്ല. ഇപ്പോൾ ആരാണെങ്കിലും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഓൻ ചെയ്തോളും, ഓനത് ചെയ്യല്ലോ, ഓനല്ലേ ചെയ്യേണ്ടത്, ഓനല്ലേ ഇനി ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞു. ആ സമയത്ത് ഒരു ചോദ്യം പോലെ അത് ഓനാക്കിക്കോളൂ, അത് എനിക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ആരും ചോദിച്ച് കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ പാരന്റ്ഹുഡിൽ, അതായത് നമ്മൾ ഇപ്പൊ മദർഹുഡിലേക്ക് എത്താൻ നമ്മൾ ഓക്കെ അല്ല എന്ന് പറയും പോലെ തന്നെ ഇപ്പൊ ഇനി പറഞ്ഞ പോലെ ഒറ്റ മോന് അല്ലെങ്കിൽ ഇനി താഴെ മേലെ ഒക്കെ ആളുണ്ടെന്ന് വിചാരിച്ചോ, ചിലപ്പോ താഴെ മേലെ ഉള്ള ആള് നാട്ടിലില്ല, അല്ലെങ്കിൽ താഴെയുള്ള ആള് പഠിക്കുക, മേലുള്ള ആള് പുറത്താ എന്നൊക്കെ പറയുമ്പോ അവിടെ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിപ്പോ നാളെ ഉപ്പനെ കാണുന്നില്ല, ഉപ്പ ഇല്ലാത്തതുകൊണ്ട് ഏറ്റെടുക്കാന്നുള്ളതാ. പക്ഷെ ഉപ്പ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഉമ്മക്ക് വേണമെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാലോ. ഉമ്മ ഉണ്ട്, സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആരാണ് അത് ഏറ്റെടുക്കേണ്ടത്? അത് ഏറ്റെടുക്കാൻ ഒരു തല വേണം എന്നുള്ളതിന് മെയിലായിട്ടുള്ള ഒരു ഹെഡ് വേണം എന്നുള്ളത്. അതായത് ഈ ആളെക്കാളും മൂത്ത ഏട്ടത്തിമാരാടെ ഉണ്ടാവാം, അതേപോലെ ബാക്കിയുള്ളവരൊക്കെ മെന്റലി വീക്കല്ലേ എന്നുള്ള കാര്യമായിരിക്കും മേ ബി പറയുന്നത്. അതേപോലെ കുറച്ച് എപ്പോഴും ആണുങ്ങൾ ഭയങ്കര ബോൾഡായിരിക്കണം, ഭയങ്കര തടി വേണം, ഫിസിക്ക് വേണം എന്നൊക്കെ ഉള്ള കാരണം പറയുന്നത് തന്നെ ഓരെ ചിത്രീകരിച്ച് വെച്ചൊരു രീതി അതാണ്. നാളെ അങ്ങനെ ഒരു ഭാഗത്ത് ആളില്ല എന്ന് പറയുമ്പോ അതിനെന്താ, ഓനുണ്ടല്ലോ അവിടെ. ഇതേപോലെ ഒരു പാരന്റ്ഹുഡിലേക്ക് ഒരു ബേർഡൻ വെച്ച് കൊടുക്കുക. അതും അറ്റ് ദി സെയിം ടൈം ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇത് കൊണ്ട് നടന്ന ഒരാൾ അവിടെ ഇല്ല. നമ്മൾ പറയാണ് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഹസ്ബൻഡ് ഇല്ല, ഉപ്പല്ല എന്നൊക്കെ പറയും പോലെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾ ഓക്കെ ആണോ, ഇതിൽ നിങ്ങൾ ഓക്കെ ആണോ. ഇപ്പം ഇതേ സമയത്ത് ഒരു പെണ്ണാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മദർ ആവാൻ ഓക്കെ അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അത് അവളെ ചോയ്സ് അല്ലേ, അവളല്ലേ, അവളെ ബോഡി അല്ലേ, അവളല്ലേ ശരിയാ ഇത് റെഡി ആവേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ അതേ സമയം അതായത് ഹസ്ബൻഡാ പറയുന്നത് ഞാനിപ്പോൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പം നമ്മളടുത്ത് വരുന്ന കേസസ് ആണെങ്കിൽ പോലും പെണ്ണാണ് പറയുന്നത് എന്ത്, ഞാൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇവരെ മാറ്റി നിർത്തിയിട്ട് ഹസ്ബൻഡിനെ മാത്രം കൊണ്ടുവരാണെങ്കിൽ നമുക്കൊരു ഷോക്കാ വരുന്നത്. ആണുങ്ങൾ ഇങ്ങനൊക്കെ പറയും, ഒരു ഓക്കെ അല്ലാതാവോ? ഞാനും ഓക്കെ ആയിരുന്നില്ല, അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ വൈഫിന്റെ ഭാഗത്തുനിന്ന് വൈഫ് പറയുന്നുണ്ട് ഞാൻ ഓക്കെ അല്ലായിരുന്നു, ഓർക്കത് മനസ്സിലാകുന്നില്ല. അതായത് ബാക്കിയുള്ള ഫാമിലിന്റെ ഭാഗത്തേക്ക് പറയാ, രണ്ടാളെ ഭാഗത്തുനിന്നുള്ളതോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അല്ല. ഒരു ബേർഡൻ ഏറ്റെടുക്കുമ്പോൾ മെയിൽ നിന്നുള്ള ആളെ കൺസിഡർ ചെയ്യാൻ പലപ്പോഴും അവരായിട്ട് വന്ന് പറയേയില്ല, പറഞ്ഞാൽ തന്നെ നമ്മളത് അംഗീകരിക്കുകയില്ല, നമ്മളായിട്ട് പോയി ചോദിക്കുകയില്ല. അതേപോലെ ഇനിയുള്ളൊരു കാര്യമാണ് റിലേഷൻഷിപ്പ്. റീസെൻ്റായിട്ട് എനിക്കൊരു കേസ് വന്നു, അതിൽ രണ്ടാളുണ്ട്, ഹസ്ബൻഡും ഉണ്ട് വൈഫും ഉണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വൈഫ് പറഞ്ഞു വരുന്നത്, എനിക്ക് എന്തൊക്കെയോ ആൻസൈറ്റി കാര്യങ്ങളുണ്ട്, ഞാൻ ഭയങ്കര ഒറ്റക്കാണ്, ഇതൊന്നും ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല. ഈവൻ ഞാൻ ഡിപ്രഷനിലേക്ക് വരെ പോയി, ഞാൻ ആ ഒരു ഇതിലുള്ളത്, എനിക്ക് സൂസൈഡൽ തോട്ട്സ് വരെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, ഹസ്ബൻഡ് അതിന് തീരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ വേറൊരാളോട് ഇത് പറയുമ്പോൾ എപ്പോഴായാലും ചിന്തിക്കുക എന്താണ് അയാൾ അങ്ങനെ എന്നുള്ളൊരു ഇതിലേക്കാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എനിക്ക് എത്രയോ ബുദ്ധിമുട്ടുകളുണ്ട്, അതായത് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്.
എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് വെറി ആവുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഞാൻ എനിക്ക് എൻ്റെ ഈ കാര്യങ്ങളാണ് ഫീമെയിൽ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ പുള്ളിക്കത് മനസ്സിലാകുന്നില്ല, ഹസ്ബൻഡ് അത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ പുള്ളിക്കാരനെ മാത്രം ഇരുത്തി സംസാരിച്ചപ്പോൾ പുള്ളിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ട് ശരിക്കും നമുക്ക് ഭയങ്കര വിഷമാവുക ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതേ ഫേസിലൂടെ കടന്നു പോവുകയാണ് മാഡം, ഞാൻ ആരോടാ ഇത് സംസാരിക്കുക? ഇപ്പോൾ ഓൾ നിങ്ങളടുത്ത് വന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ വേറൊരു സൈക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ഓളോളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓൾക്കൊക്കെ ഷെയർ ചെയ്യാൻ ഈ കാര്യങ്ങളാണുള്ളത്. എനിക്ക് ഡിപ്രഷൻ ഉണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓക്കിപ്പം ഞാൻ നോക്കുന്നില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കിതൊന്നും വരൂലേ, എനിക്ക് സങ്കടം വരൂലേ? അയാളെ കണ്ണ് നിറയുന്നുണ്ട്. നമ്മൾ കാണാത്ത ഒരു ആൺ എന്നുള്ള ഇത് നമ്മളത് റിയലൈസ് ചെയ്തു പോകും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത്. കാരണം അയാളെ കാര്യം കുറേ, അതായത് ഈ വൈഫ് സംസാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പുള്ളി ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് പറയുമ്പോൾ ഫിസിക്കലി മെൻ്റലി പുള്ളി ടയേർഡാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ മെൻ്റലി ബുദ്ധിമുട്ടുകളുണ്ട്, മെറൈറ്റൽ ലൈഫിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരാണിനെ സംബന്ധിച്ചോളം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കാത്തതും ആ ഏരിയയാണ്. ഓളഞ്ഞെന്താ നോക്കാത്തത്, ഉമ്മനഞ്ഞെന്താ നോക്കാത്തത്, എൻ്റെ ഉപ്പയല്ലേ അത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനല്ലേ. അപ്പം പറയുന്ന കാര്യങ്ങളിലൊക്കെ അതർ സൈഡ് ഓഫ് ആൾക്കാരുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ഒരു ബേർഡൺ അവരെ തലയിൽ, റെസ്പോൺസിബിലിറ്റി അവരെ തലയിൽ എടുത്തു വെക്കാണ് നമ്മൾ. ഇതൊക്കെ ചെയ്യേണ്ടത് അവരാണ്. അതിൻ്റെ ഇടയിലുള്ള അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സിനും അതൊന്നും ആരും വില കൽപ്പിക്കുന്നേ ഇല്ല. മീൻസ് അവർ ഓപ്പൺ അപ്പ് ആയാലേ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇവർക്ക് ഇതൊക്കെ ആണല്ലോ ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ. പക്ഷെ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂന്ന് അത് ആലോചിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആലോചിക്കുക, ഇങ്ങളെന്തിനാ അത് പറയുന്നത്, നിങ്ങളെ ഭാഗത്തുനിന്ന് നമ്മൾ അതല്ലല്ലോ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളൊരു, അപ്പോഴും നമ്മൾ അവരെ മനസ്സിലാക്കുന്ന അപ്പുറത്തേക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം അത് പറയാനുള്ളതും കൂടി പോവുക. അതായത് ഇപ്പം ഈ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പുള്ളിൻ്റെ ഉത്തരം, ഞാനൊരാണല്ലേ മാം, അല്ലെങ്കിൽ മാഡം എനിക്ക് എങ്ങനെ അത് പറ്റുക, എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറയേ ഞാൻ ഓക്കെ അല്ല എന്ന് ഓളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണോ ഓക്കെ ആവേണ്ടത്, ഞാനല്ലേ ഓക്കെ ആവേണ്ടത്, നിങ്ങളല്ലല്ലോ ഇങ്ങോട്ടേക്ക് കയറി വന്ന്, ഞാനല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്ന്. പെണ്ണുങ്ങൾ എപ്പോഴും കയറി വന്ന ആൾക്കാർ ഓരോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ കുറ്റം പറയേ ഓരോ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയൊന്നുമല്ല. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ KPSC ലളിത ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ അപ്പുറത്തുള്ളവൻ്റെ ഉള്ളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. പക്ഷെ ആരും ചെയ്യാത്തൊരു കാര്യം ആണത്. ഇന്നാളെ നോക്ക്, ഇഞ്ഞല്ലേ ഓല നോക്കണ്ടി, ഇഞ്ഞല്ലേ മക്കളെ നോക്കണ്ടി, ഇഞ്ഞല്ലേ ഭാര്യനെ നോക്കണ്ടി, ഇഞ്ഞല്ലേ എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ ഇഞ്ഞെന്നെ ഇങ്ങനെ ആയാലോ, അങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അയാൾ പറയുമ്പോൾ, ആ പുള്ളി സംസാരിക്കുമ്പോൾ ഞാൻ ഈ എൻ്റെ ആണുങ്ങളെയാണ് കാണുന്നത്. ഇത്രയും ഫേസിലൂടെ ഇപ്പം നമ്മളെ വീട്ടിലും ഇതേപോലെ ഉപ്പുണ്ട് അല്ലെങ്കിൽ വല്യുപ്പുണ്ട്, ഇവരൊന്നും കരയാൻ പാടില്ല, ഞാൻ ഓക്കെ അല്ല എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഫണ്ടില്ല എന്ന് പറയാൻ പാടില്ല. ഒരു റിലേഷൻഷിപ്പിൽ ഇതൊക്കെ അല്ലേ വേണ്ടത് എന്നാണ് വൈഫിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വൈഫോ അല്ലെങ്കിൽ മദറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് മദറോ ഈവൻ ഫാദർ വരെ ചോദിക്കുന്നത്, ഓനല്ലാതെ പാരാതൊക്കെ ആക്കി കൊണ്ടുവരാൻ ഇവിടെ ഉള്ളത്. അപ്പൊ ആൺ എന്ന് പറയുന്ന ആളെവിടെ? ഫിസിക്കലി അയാളുള്ളത് ഇത്രയും ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അയാൾ സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയും ഇല്ല.